നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 721 721. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 721. ഇന്ന് 210 സർഗം സന്താനഗോപാലം ഭാഗം 1 പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾക്ക് ഭൃഗുപരീക്ഷ, അതായത് 209 സർഗത്തിൽ 26ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് വാസ് ദി ലാസ്റ്റ് വൺ. ഈ വണ്ണം ശുഗമുനിതൻ മുഖാരവിന്ദ പീയൂഷം ഹരിചരിതം നുകർന്നിടുന്നോൻ സംസാരഭ്രമണ പരിശ്രമം വെടിഞ്ഞ് കംസാരാദിയുടെ കടാക്ഷമാർന്നു മിന്നും കംസൻ്റെ ശത്രുവായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹാശിസ്സുകൾക്ക് പാത്രീഭൂതരാവും എന്നർത്ഥം. ഇനി സന്താനഗോപാലം ശ്ലോകം നമ്പർ 1, 210 സർഗം ലീലാകാണ്ഡത്തിൽ. ത്രിമൂർത്തികൾ വണങ്ങിയിടും കൃഷ്ണൻ്റെ പരമാത്ഭുതം ചരിത്രം ഇനിയും കേൾക്കൂ വീണ്ടും ഓതി മഹാമുനി. ഒരു ബോണസ് കൊടുക്കുകയാണ്. സാധാരണ കഥ കേൾക്കുന്ന ആളുടെ ചോദ്യത്തിനനുസരിച്ചിട്ടാണ് ശുഗമുനി പറയുക. ഇപ്പം അങ്ങനെയല്ല. ആ ചോദ്യകർത്താവായിരിക്കുന്ന കുരുശ്രേഷ്ഠൻ, അതായത് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഭക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു ബോണസ് എന്നുള്ള മാതിരി ത്രിമൂർത്തികൾ വണങ്ങിയിടും കൃഷ്ണൻ്റെ പരമാത്ഭുതം ചരിത്രം ഇനിയും കേൾക്കൂ വീണ്ടും മോദി മഹാമുനി. ദ്വാരകാനഗരത്തിങ്കൽ ഒരു വിപ്രൻ്റെ ബാലകൻ ജനിച്ച മാത്രയിൽ തന്നെ മരിച്ചാൻ പോലും അത്ഭുതം. ദ്വാരകാനഗരത്തിങ്കൽ ഒരു വിപ്രൻ്റെ ബാലകൻ, ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ കുട്ടി ജനിച്ച മാത്രയിൽ തന്നെ മരിച്ചാൻ പോലും അത്ഭുതം. മൃതദേഹം മുകുന്ദൻ്റെ സന്നിധാനത്തിൽ അന്തണൻ കൊണ്ടേ കിടത്തി വിലപിച്ചിടിനാൻ ദീനൻ ഈ വിധം. ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ആ പിഞ്ചു കുഞ്ഞിൻ്റെ ശവശരീരം എടുത്ത് ദ്വാരകാനാഥനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സവിധത്തിൽ കടത്തിയിട്ട് വളരെ പരിതപിച്ചും കൊണ്ട് താഴെ പറയുന്ന പോലെ പറഞ്ഞു എന്നാ. മൃതദേഹം മുകുന്ദൻ്റെ സന്നിധാനത്തിൽ അന്തണൻ കൊണ്ടേ കിടത്തി വിലപിച്ചിടിനാൻ ദീനൻ ഈ വിധം. 4ാമത്തെ ശ്ലോകം. രാജാവിൻ ഭരണത്തിൻ്റെ ദോഷം കൊണ്ടാണ് നാട് ഇതിൽ ഇങ്ങനെയുള്ള അപശകുനങ്ങൾ ഉണ്ടാവാൻ കാരണം, അകാല മരണങ്ങൾ ഉണ്ടാവാൻ കാരണം രാജാവിൻ്റെ ഭരണ വൈകല്യമാണ് എന്ന് അന്തണൻ സമർപ്പിക്കുകയാണ്. രാജാവിൻ ഭരണത്തിൻ്റെ ദോഷം കൊണ്ടാണ് നാടിതിൽ ആപത്തുണ്ടായത്. ഈ വണ്ണം ഇതോർക്കുന്നുള്ളൊരുത്തനും. ഇതാരും ശ്രദ്ധിക്കാണ്ട് പോണുന്നാ അദ്ദേഹത്തിൻ്റെ വിഷമം. തങ്ങൾ തൻ പേരിനും സ്ഥാനമാനത്തിനും സുഖത്തിനും ഒരുടവൻ മട്ടുമതൊന്നാണോർപ്പദേവനും. അതായത് തങ്ങൾ തൻ പേരിനും സ്ഥാനമാനത്തിനും സുഖത്തിനും തട്ടായിക ഒരുടവൻ മട്ടും അതൊന്നാണോർപ്പദേവനും. എന്ത് നടന്നാലും അവനവൻ്റെ പദവിക്ക് ഉപദ്രം വരാതെ കണ്ടിരിക്കണമെന്നേ ആഗ്രഹമുള്ളൂ എന്ന് ആ അന്തണൻ ഒരു ആരോപണം ഉന്നയിച്ചു. ഇന്നത്തെ കാലമൊന്നുമല്ല അന്ന്. അപ്പോൾ പരസങ്കടം ഓർക്കാതെ സുഖിച്ചിടും അധർമ്മികൾ. അപ്പോൾ എന്താണെന്ന് പറയുക, പിന്നെ ദ്വാരകാനാഥൻ കൃഷ്ണനാണെങ്കിലും രാജ്യം ഭരിക്കണതാരാ?
അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താണെന്നാ പറയുക, എന്താ അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല, ഓർമ്മശക്തി പോവുകയാണോ എന്നറിയില്ല. അതായത് കംസൻ്റെ എന്താണെന്നാ പറയുക, കുടുംബത്തിൽ കംസൻ്റെ ചിറ്റപ്പനോ വല്യപ്പനോ ഒട്ടാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് നല്ലൊരു പേരുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയുണ്ടായി, ഞാനൊക്കെ അങ്ങയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളാണ്, അങ്ങാണ് ഞങ്ങളുടെ രാജാവ് എന്നൊക്കെ പറയുണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഓർമ്മ വരുമ്പോൾ പറയാം, എത്ര പറയാൻ പറ്റുള്ളൂ. ഇതാണ് പ്രായമാവുന്നതിൻ്റെ മുമ്പ് അതൊക്കെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ തുടങ്ങി ഞാൻ. വരുമ്പോൾ പറയാം. അപ്പോൾ പരസങ്കടമോർക്കാതെ, മറ്റുള്ളവരുടെ സങ്കടം ഓർക്കാതെ സുഖിച്ചിടും അധർമ്മികൾ ഭരിക്കും നാട്ടിൽ മട്ടാം ദുഃഖം ആശ്ചര്യമില്ലതിൽ. ഒരു ആശ്ചര്യമില്ല എന്നാണ് പറഞ്ഞത്. ഈ വണ്ണം 5, 6, 7, 8 അല്ല 9 മന്ദണൻ. 1, 2, 3, 4, 5, 6, 7, 8 9 കുട്ടികൾ ഇങ്ങനെ മരിച്ചു. 9 കുട്ടികളുടെ ശവശരീരം കൊണ്ട് ദ്വാരകാനാഥൻ്റെ മുമ്പിൽ വന്ന് ഇതേപോലെ ടെപ്പർക്കാരുടെ വെച്ച കൂട്ടത്തിൽ. അപ്പോൾ ഈ വണ്ണം 5, 6, 7, 8 അല്ല 9 മന്ദണൻ അംഭോജാക്ഷൻ്റെ മുമ്പാകെ വന്ന മുമ്പത്തെ മാതിരി. ഒരേപോലെ തന്നെ വിലപിപ്പതു കേട്ടപ്പോൾ വിളിച്ച് അർജുനൻ നോദിനൻ. അന്ന് സംഗതി വശാൽ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ ഗാന്ധീവധാരി കൃഷ്ണനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജുനന് ഇതൊരു വെല്ലുവിളിയായിട്ട് തോന്നിയതാ. അതാണ് മായാണത്. വിലപിപ്പതു കേട്ട് അമ്പാൽ വിളിച്ച് അർജുനൻ നോദിനാൻ, ബ്രാഹ്മണ ശ്രേഷ്ഠ അവിടെ നിൽക്കൂ, എനിക്ക് അങ്ങയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. തുടങ്ങി അർജുനൻ. മനസ്സിലായില്ലേ? ഞാനിപ്പോഴും ആ രാജാവിൻ്റെ പേരാണ് ആലോചിക്കണത്. ഇപ്പോൾ ഹരിദാസും വേറെ എൻ്റെ ഒരു എന്താണെന്നാ പറയുക, വേണ്ടപ്പെട്ട ഒരാളുണ്ട്. ഇത് കേട്ടിട്ട് അവരും പറയാൻ തുടങ്ങിയണു. അതാണ് ഇതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. ആൾക്കാരൊക്കെ ബോധവതികളൊക്കെ ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. വരും ഓർക്കും. അപ്പോൾ ശരിയാം ക്ഷത്രിയന്മാരില്ല ഇവരാരും ദ്വിജോത്തമ. അർജുനൻ അന്തസ്സുണ്ടോ പറഞ്ഞത്, ഈ ചീട്ടുകളിൽ ഒരു സ്പേഡ് 7-ാം കോലി ഇട്ടിട്ട് വെട്ടി എന്നൊക്കെ പറയും. അതേമാതിരി ഒരു സംഭവം ഉണ്ടായത്. അർജുനൻ പറഞ്ഞു, ഇവിടെ ഉള്ളവരാരും ശരിയായ ക്ഷത്രിയന്മാരല്ല, അതുകൊണ്ടാണ് അങ്ങയ്ക്ക് ശാന്തിയും സമാധാനം കിട്ടാത്തത്. അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളുടെ ശ്രീമതി ഇനി ഗർഭം ധരിച്ചാൽ എന്നോട് പറയൂ, ഞാൻ വന്ന് വേണ്ടത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. കൊള്ളാവുന്നൊരു വില്ലാളി വീരനിൽ ഇവിടങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ വിധം വിപ്രൻ ദുഃഖിപ്പാനിടയാകുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഇവരെല്ലാവരും സത്രം നടത്തേണ്ടുന്ന വിപ്രരാം, സത്രം നടത്താൻ യോഗ്യതയുള്ള ബ്രാഹ്മണരാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വായയിൽ വിരലിട്ട കടിക്കാത്തവരെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. മഹാന്മാർക്കു വരും ദുഃഖം കണ്ടറിഞ്ഞത് അകറ്റുവാൻ. നല്ല ആൾക്കാർക്ക് ദുഃഖം ഉണ്ടാവുമ്പോൾ അത് അകറ്റാൻ പറ്റിയ ആൾക്കാരല്ല ഇവർ. അകറ്റുവാൻ ശ്രമിച്ചിടായിൽ ഞാനോതും ക്ഷത്രിയൻ പോലും അല്ലവൻ, വേഷം കെട്ടിവരും രാജാവൻ അവനെക്കാളും ഉത്തമൻ. അതായത് ആർക്ക് വേണമെങ്കിലും രാജാവിൻ്റെ വേഷം കെട്ടിയിട്ട് വരാം, അയാൾ രാജാവായിക്കൊള്ളണമെന്നില്ല. അതേമാതിരിയാണ് നല്ല ക്ഷത്രിയനല്ല ഇവിടെ ഉള്ളവർ. അതുകൊണ്ട് ഞാൻ ഭരണ കാര്യം ഞാൻ നോക്കാം. ശ്രമിച്ചിടായെങ്കിൽ ഞാൻ ഓതും ക്ഷത്രിയൻ പോലുമല്ലവൻ, വേഷം കെട്ടിവരും രാജാവ് അവനേക്കാളും ഉത്തമൻ. ഞാനിപ്പോഴും ആ രാജാവിനെ അന്വേഷിച്ച് കൊണ്ടിരിക്കുക. രാജാവിൻ്റെ പേര് വായയിൽ കിടന്നിട്ട് കളിക്കുന്നുണ്ട്.
രക്ഷിച്ചുകൊള്ളാം അവിടെ കെടുത്തുണ്ടാം കിടാവിനെ. ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങ് ഒന്നുകൊണ്ടും വ്യാകുലനാവണ്ട, ഞാൻ ഏർപ്പാടിയാം. രക്ഷിച്ചുകൊള്ളാം അവിടേക്കടുത്തുണ്ടാം കിടാവിനെ, ഇല്ലെങ്കിൽ പാതകം പോക്കാൻ തീയിൽ ചാടിയിടും അന്നു ഞാൻ. ഇനി സംഗതി വശാൽ എനിക്ക് ആ കൊച്ചിനെ സംരക്ഷിക്കാൻ പറ്റിയില്ല വിചാരിക്കുക, എൻ്റെ വാക്ക് പാഴാവാൻ പാടില്ല, അന്ന് ഞാൻ തീയിൽ ചാടി മരിച്ചോളാം. എന്നാ കൃഷ്ണനോട് വല്ലതും ചോദിച്ചു, സമ്മതം വാങ്ങിയോ? അതൊന്നും ഉണ്ടായില്ല. അതാണ്, എത്ര വലിയ ഭക്തനാണെങ്കിലും ഭക്തി മുഴുത്ത് അല്ലേ, നമ്മൾ പറയും ഭ്രാന്ത് വന്നാൽ ചങ്ങലയ്ക്ക് ഇടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് വന്നാലോ ചോദിച്ചു അത്ര, അതേപോലെ ആവരുത്. അപ്പോൾ ഇവിടെ ബ്രാഹ്മണൻ ചൊല്ലിനാൻ എന്നെ കൊണ്ട് അതെങ്ങനെ അങ്ങെ കൊണ്ട് ഇതെങ്ങനെ സാധ്യമാം. പക്ഷേ ബ്രാഹ്മണൻ നല്ല വകതിരിവുള്ള ആളാണ്. ബ്രാഹ്മണൻ 9 പ്രാവശ്യം ദ്വാരകയിൽ വന്ന് വിലപിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് അറിയാം, എന്തറിയാം, കാലക്കേടാണ് എൻ്റെ കാലക്കേട്. ഇവരുടെ മര്യാദ കാരണം അവരെന്നെ അധിക്ഷേപിച്ചില്ല. അപ്പോൾ അവർക്ക് ഈ ബലരാമനും ശ്രീകൃഷ്ണനും സാധിക്കാത്തത് എങ്ങനെ വേറൊരാൾക്ക് സാധിക്കുക? അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായത്. മനസ്സിലായില്ലേ? ബ്രാഹ്മണൻ ചൊല്ലിനാൻ അങ്ങെക്കൊണ്ടതെങ്ങനെ സാധ്യമാം, ബലനും കൃഷ്ണനും പ്രത്യുപ്നനും ഈ അനിരുദ്ധനും സാധിച്ചിടാത്തതാം കാര്യം ആശിപ്പതു വെറും ഭ്രമം. ബലരാമൻ, ശ്രീകൃഷ്ണൻ, പ്രത്യുപ്നൻ, അനിരുദ്ധൻ മുതലായിട്ടുള്ള ആൾക്കാർക്ക് സാധിക്കാത്ത കാര്യം അങ്ങയ്ക്ക് സാധിക്കുന്നു പറഞ്ഞത് ഒരു ഭ്രമമാണ്, മായയാണെന്ന് തന്നെ എൻ്റെ താല്പര്യം, എൻ്റെ അറിവ്. ഈ അനിരുദ്ധനും സാധിച്ചിടാത്തതാം കാര്യം ആശിപ്പതു വെറും ഭ്രമം, എന്തിനും മതിയായുള്ളോരിവരെ വരും മൂഴിയിൽ. ഇവര് എന്തിനും പോന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് സാധിക്കാത്ത കാര്യം ഇപ്പോൾ അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ അതിലൊരു വൈക്ലഭ്യം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർക്കാവാത്തതങ്ങ് മൗഢ്യമാം ചൊൽവതിങ്ങനെ. അപ്പോൾ സാധിച്ചിടാത്തതാം കാര്യം ആശിപ്പത് വെറും ഭ്രമം, എന്തിനും മതിയായുള്ളോരിവരെ വരും മൊഴിയിൽ. അവർക്കാവാത്തത് അങ്ങ് എന്തു മൗഢ്യമാം ചൊൽവതിങ്ങനെ. എന്ത് വിവരക്കേടാണ് അങ്ങ് ചെയ്യണത് എന്നാണ് ചോദിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ പറയണു, അവർക്കാവാത്തതെന്തു മൗഢ്യമാം ചൊൽവതിങ്ങനെ. ഉറക്കെ ഓതിനാൻ പാർത്തൻ അങ്ങേക്കെന്നെ അറിഞ്ഞിടാ. എല്ലാവരും കേക്കത്തക്ക വിധത്തിൽ ആക്രോശിച്ചു. ഞാൻ ആരാണെന്ന് അങ്ങയ്ക്ക് അറിയോ? അറിയില്ല, അതുകൊണ്ടാണ് അങ്ങ് എന്നെ ഇങ്ങനെ പറഞ്ഞതെന്ന്. എന്താ പറഞ്ഞത്? അവർക്കാവാത്തതെങ്ങെന്തു മൗഢ്യമാം ചൊൽവതിങ്ങനെ. ഉറക്കെ ഓതിനാൻ പാർത്തൻ അങ്ങേക്കെന്നെ അറിഞ്ഞിടാ. ബലനും കൃഷ്ണനും പ്രത്യുപ്നനും പോലെയുമല്ല ഞാൻ. ഗാന്ധീവയാം അർജുനനാം കേൾക്കാതാരുണ്ടു പാരിതിൽ. അതും പോരാത്തതിന് ഇങ്ങനൊരു ചോദ്യം. എന്നെ അറിയാത്തവർ ഈ ലോകത്തിലില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതന്നെ ഒരു പാഴ്വാഴ്ക്കല്ല. ഈ ബ്രാഹ്മണൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഉറക്കെ ഓതിനാൻ പാർത്തൻ അങ്ങേക്കെന്നെ അറിഞ്ഞിടാം. അപ്പോൾ കിരാതമൂർത്തിയെ പോലും സന്തോഷിപ്പിച്ചു പോരിൽ ഞാൻ. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. സാക്ഷാൽ മഹാദേവൻ കിരാതരൂപം എടുത്ത് കിരാതവപുഷേ നമ ഞാൻ സന്തോഷിപ്പിച്ചിട്ടാണ് എനിക്ക് പാശുപതാസ്ത്രം തന്നിട്ടുള്ളത്. കിരാതമൂർത്തിയെ പോലും സന്തോഷിപ്പിച്ചു പോരിൽ ഞാൻ. ആ മട്ട് അത്ഭുതം എൻ വീര്യം അവമാനിച്ചു പോകല. എൻ്റെ വീര്യത്തെ അങ്ങ് അവമാനിക്കരുതെന്നാ.
എൻ്റെ കീർത്തി, എൻ്റെ ശ്രേയസ്സിനെ അങ്ങ് അവമാനിച്ചു പോകല. മൃത്യുവെ പോലും എതിരിട്ടുണ്ണിയെ കൊണ്ടുപോന്നിടും. വേണ്ടി വന്നാൽ യമധർമ്മരാജാവിനെ ജയിച്ച് അങ്ങയുടെ കുട്ടീനെ അല്ലെങ്കിൽ കുട്ടികളെ ഞാൻ കൊണ്ടു തരുന്ന. മൃത്യുവെ പോലും എതിരിട്ടുണ്ണിയെ കൊണ്ടുപോന്നിടും. ഈ വണ്ണം വിശ്വസിപ്പിച്ചു മതിമാൻ ദ്വിജവര്യനെ. എന്നിട്ടാ കൃഷ്ണസോദരിതൻ കാന്തനെന്നും മറ്റും നിഗൂഢമായി ചോദിച്ചറിഞ്ഞു ചിലരോട്. അതോർത്ത് ആശ്വാസമാർന്നുടൻ ഇങ്ങനൊക്കെ ഒരു കാര്യം ഉണ്ടായി. അയാൾ അർജുനനാണ്, ഗാന്ധീവധാരി എന്നൊക്കെ പറഞ്ഞു. ഈ മനുഷ്യനെ ഞാൻ കേട്ടിട്ടില്ല, ആരാ? അപ്പോൾ ചിലവർ പറഞ്ഞു, അത് നമ്മുടെ കൃഷ്ണൻ്റെ സഹോദരിയെ വേട്ട ആളാണ് എന്ന് പറഞ്ഞു. എന്നാൽ തർക്കമില്ലാവില്ല, ശരിയാവും, ഇയാൾ വിളിച്ചു പറഞ്ഞതൊക്കെ നടക്കുകയായിരിക്കും എന്ന് ഈ ബ്രാഹ്മണനും മനസ്സിൽ വിചാരിച്ചു. കൃഷ്ണസോദരിതൻ കാന്തനെന്നും മറ്റും നിഗൂഢമായി ചോദിച്ചറിഞ്ഞു ചിലരോട്. അതോർത്ത് ആശ്വാസമാർന്നുടൻ ഗൃഹത്തിൽ ചെന്നരുളിനാൻ പത്നിയോട് സമസ്തവും. ഭാര്യയോട് എല്ലാ കഥയും വിസ്തരിച്ചു പറഞ്ഞു മനസ്സിലാക്കി. സുഭദ്രയുടെ മംഗല്യസൂത്രം പോക്കിയിടുവാൻ പ്രഭു അയക്കില്ലെന്നതോർത്തുള്ളിൽ മോദമാർന്നു മനസ്സിനി. സുഭദ്രയുടെ മംഗല്യസൂത്രം പോക്കിയിടുവാൻ പ്രഭു അയക്കില്ലെന്നതോർത്തുള്ളിൽ മോദമാർന്നു മനസ്സിനി. വലിയ ഒരു വേദാന്ത സത്യം ഈ ശ്ലോകത്തിൽ ഒളിഞ്ഞു കിടക്കുന്നു. ബ്രാഹ്മണ സ്ത്രീ കേമത്തിയാണ്. ബ്രാഹ്മണ സ്ത്രീക്ക് എല്ലാ കാര്യവും അറിയാം. സുഭദ്രേനെ എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ തൻ്റെ സഹോദരനായിരിക്കുന്ന ബലരാമന് കൂടി അപ്രിയത്തെ ജനിപ്പിക്കുമെങ്കിലും കള്ളവേഷത്തിൽ സന്യാസിയായിട്ട് വന്ന് ഇവിടെ താമസിച്ച ഒടുക്കം കാലം കൃഷ്ണൻ കൊടുത്ത തേരിൽ ഇവർ രക്ഷപ്പെടുകയുണ്ടായത്. പിന്നെ ബലരാമൻ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഏട്ടനെ ശാന്തനാക്കിയത് ഭഗവാനാണ്. അപ്പോൾ തൻ്റെ പെങ്ങൾക്ക് വൈധവ്യം വരാതെ കൊണ്ട് സൂക്ഷിക്കാൻ കൃഷ്ണൻ ശ്രമിക്കുന്ന, അല്ലാണ്ട് അർജുനൻ രക്ഷിക്കുന്നതല്ല. ഇതാണ് ഭാഗവതത്തിൻ്റെ ഗരിമ. ആ സ്ത്രീ സംശുദ്ധ ഭക്തിയുള്ളൊരു ഭക്തിയാണ്. കൃഷ്ണനെ പറ്റി നന്നായിട്ട് അറിയാം. പക്ഷേ എൻ്റെ തലയിലെടുത്ത് 9 കുട്ടികൾ മരിച്ചു, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കൃഷ്ണനെ പറ്റിയിട്ട് അവർക്ക് നല്ല മതിപ്പുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ സുഭദ്രയുടെ മംഗല്യസൂത്രം പോക്കിയിടുവാൻ പ്രഭു അയക്കില്ലെന്നതോർത്തുള്ളിൽ മോദമാർന്നു മനസ്സിനി. പ്രസൂതി കാലം വന്നോതും മന്ദണേന്ദ്രൻ്റെ കൂടവേ. പ്രസൂതി കാലം, പ്രസവിക്കാനുള്ള സന്ദർഭമായപ്പോഴേക്കും ഏതായാലും നമുക്ക് അയാളെ അയച്ചു വരുത്തുക. അങ്ങനെ അർജുനനെ അയച്ചു. പ്രസൂതി കാലം വന്നോതും അന്തണേന്ദ്രൻ്റെ കൂടവേ. ഗാണ്ഡീവം വെല്ലെടുത്തേടെ ചോദിച്ചനാനംബുജേക്ഷണൻ. തേർത്തെളിപ്പതിനോ മറ്റോ പാർത്താ ഞാനും വരേണ്ടയോ. ഭഗവാൻ നല്ലൊരു അർത്ഥം, മോന കൂർമ്മയുള്ളൊരർത്ഥ വാക്ക ചോദിച്ചു. എന്താ അർജുന, ഞാൻ വരണ്ടേ? ആന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അത് പറഞ്ഞില്ല. അതാണ് യുഗോ. അർജുനന് മഹാഭാരത സമയത്ത് ഭഗവത്ഗീത ഉപദേശമൊക്കെ കിട്ടി വിചാരിച്ചാലും യുഗോ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കഥയിൽ യുഗോ വേണമല്ലോ, അല്ലേ? അങ്ങനെയും വേണമല്ലോ. നരനാരായണന്മാരുടെ പുനരാവിഷ്കരണമാണല്ലോ അർജുനനും കൃഷ്ണനും. അപ്പോൾ മഹാവിഷ്ണുവിന് ഇവരെ രണ്ടാളേനും ഒരുമിച്ച് കാണണം എന്നുള്ള താല്പര്യത്തിലാണ് ഈ കഥയുടെ ഇതിവൃത്തം. അത് വേറൊരു കാര്യം, മനസ്സിലായില്ലേ? അപ്പോൾ ഗാണ്ഡീവം അപ്പോൾ പ്രസൂതികാലം വന്നോതും അന്തണേന്ദ്രൻ്റെ കൂടവേ. ഗാണ്ഡീവം വില്ലെടുത്തേടെ ചോദിച്ചാനംബുജക്ഷണൻ. തേർത്തെളിപ്പതിനോ മറ്റോ പാർത്താ ഞാനും വരേണ്ടയോ. അളിയനോടുള്ള സ്നേഹം, ഭക്തനോടുള്ള സ്നേഹം. വേണ്ട വേണ്ട എന്നുടൻ ചൊല്ലി പുറപ്പെട്ടാൻ മഹാരഥൻ. അഹോ കഷ്ടം അല്ലേ? വേണ്ട വേണ്ട എന്നാ പറഞ്ഞതേ. വേണ്ട വേണ്ടെന്നുടൻ ചൊല്ലി പുറപ്പെട്ടാൻ മഹാരഥൻ. കുളിച്ചു ഭസ്മവും തൊട്ടു ഭക്തിപൂർവം മഹേശനെ നമസ്കരിച്ചു. ഗാണ്ഡീവം കുലച്ച് വിശിഖങ്ങളാൽ സൂതിഗ്രഹത്തിൽ മുകളും ചുറ്റുപാടും ഒരേ തരം എയർ ടൈറ്റാക്കി. കാറ്റ് വരില്ല.
വലിയൊരു ശരപഞ്ചരം ശരങ്ങളെ കൊണ്ട് പഴുതടച്ചു. അതാ പറഞ്ഞ കാറ്റുകൂടി പോവില്ല. അങ്ങനെ നമസ്കരിച്ചു. ഗാണ്ഡീവം കുലച്ച് വിശുഖങ്ങളാൽ സൂതിഗൃഹത്തിൽ മുകളും ചുറ്റുപാടും ഒരേതരം കനക്കെ മൂടിനാൻ പാർത്ഥൻ. കടക്കില്ല ഒരു ശക്തിയും. ആ വിധം നിൽക്കവേ കേട്ടു കുഞ്ഞിൻ്റെ മൃദുരോദനം. കുട്ടി പ്രസവിച്ചു, കുട്ടി കരഞ്ഞു, ആ രോദനം കേട്ടു. പക്ഷെ കുട്ടിയുടെ ജഡം കൂടിയും കിട്ടിയില്ല എന്നാ. കുട്ടി എങ്ങടാ പോയതറിയില്ല. എന്ത് പഴുതടയ്ക്കലുണ്ടായത്? വേണ്ട വേണ്ട എന്ന് കൃഷ്ണനോട് പറയുകയും ചെയ്തു അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ കുഞ്ഞിൻ്റെ മൃദുസോദനം പെട്ടെന്ന് സർവ്വപേരും ചേർന്ന് ഒപ്പം നിലവിളിപ്പതും. സൂതികാലയത്തിലുള്ള സ്ത്രീകളും എല്ലാവരും പെട്ടെന്ന് നിലവിളിച്ചു. എന്തു പറ്റിയെന്ന് അറിയാണ്ട്. കുട്ടിയുടെ കരച്ചിൽ കിട്ടു, കുട്ടിയുടെ ജഡം കൂടിയും കിട്ടിയില്ല. പെട്ടെന്ന് സർവ്വപേരും ചേർന്നൊപ്പം നിലവിളിപ്പതും കാൺമീല പൈതൽ മേൽ പോട്ടു പൊങ്ങിനാന് ഉറക്കവേ. 4 മയപ്പെട്ടാലാണ് കീപ്പിട്ട് നോക്കിയിട്ട് കാര്യമുണ്ടോ? കുട്ടി എവിടെ പോയതെന്ന് ആർക്കും അറിയില്ല. പെട്ടെന്ന് സർവ്വപേരും ചേർന്ന് ഒപ്പം നിലവിളിപ്പതും കാൺമീല പൈതൽ മേൽപോട്ടു പൊങ്ങിനാനെന്നുറക്കവേ. ഉടൻ പാർത്ഥൻ്റെ മുമ്പാകെ വന്നു നിന്നോതി അന്തണൻ. എന്താപ്പോ കുട്ടിയുടെ ജഡം കൂടിയും കിട്ടിയില്ല. മറ്റത് എനിക്ക് കരയാൻ ഉഗ്രസേന മഹാരാജാവിൻ്റെ ഉഗ്രസേന മഹാരാജാവ് ദ്വാരകാധിപൻ അല്ലേ? ഉഗ്രസേന മഹാരാജാവിൻ്റെ സിൽബന്തിയായിട്ട കൃഷ്ണൻ ഇരിക്കണേ. ആ ഉഗ്രസേന മഹാരാജാവിൻ്റെ പേര് തെറ്റിയിട്ടില്ലല്ലോ ഹരിദാസേ. ഉഗ്രസേന മഹാരാജാവ് അല്ലേ? അപ്പോൾ ഉടൻ പാർത്ഥൻ്റെ മുമ്പാകെ വന്ന് നിന്നോതി അന്തണൻ. സർവേശ്വരൻ്റെ മുമ്പാകെ വീമ്പോതും ആ മാധവൻ ബലനും കൃഷ്ണനും പ്രത്യുപ്നനും പോലെയുമല്ല ഞാൻ. പുലമ്പിയല്ലോ നിർലജ്ജം ആരെയും പോലെയല്ല നീ. എന്താഹേ താൻ പറഞ്ഞത്? താൻ കൃഷ്ണനല്ല, ബലരാമനല്ല, പ്രദ്യുപ്നനല്ല, അനിരുദ്ധനല്ല. എന്നിട്ടിപ്പോൾ എൻ്റെ കുട്ടിയുടെ ജഡം കൂടിയും കിട്ടിയില്ലല്ലോ. താൻ പറഞ്ഞത് ശരിയാ, എല്ലാവരെയും പോലെ അല്ല, താൻ മഹാമോശക്കാരനാ. അങ്ങനെ പറഞ്ഞത്. ഉടൻ പാർത്ഥൻ്റെ മുമ്പാകെ വന്നു നിന്നോദിനാനന്ദനൻ. ഇനിയിപ്പോൾ ഞാൻ ഉഗ്രസേന മഹാരാജാവിൻ്റെ സൗഹൃദത്തിലേക്ക് എന്തെടുത്തു വിട്ട് കുട്ടിയുടെ ജഡം കാണിക്കാണ്ട് ഞാൻ എൻ്റെ കുട്ടി മരിച്ചു എന്ന് എങ്ങനെയാണ് പറയാ? അപ്പോഴാണ് സ്ട്രൈക്കായത് ഉഗ്രസേന മഹാരാജാവ്. സാരമില്ല, നാരായണ നാരായണ എന്നൊക്കെ ജപിക്കുന്നുണ്ട് ഞാൻ. പ്രശ്നമില്ലേ? അതെല്ലാം വിശ്വസിച്ചുള്ള ഞാനാണ് ഓർക്കിൽ മഹാജഡൻ. ഇവിടെയാണ് ബ്രാഹ്മണൻ്റെ എത്തിക്സ്. ഒരാളെ കുറ്റം പറയാൻ പാടില്ല. ഞാൻ മൂഢനാണ്, താൻ മൂഢനാണെന്നല്ല പറഞ്ഞത്. എനിക്ക് മനസ്സിലായി ഇപ്പോൾ. അതെല്ലാം വിശ്വസിച്ചുള്ള ഞാനാണ് ഓർക്കിൽ മഹാജഡൻ. ഇതാണ് നല്ല വഴി. എപ്പോഴും മറ്റുള്ളവർ മോശമാണെന്ന് നമ്മൾ പറയരുത്. അങ്ങനെയുണ്ടല്ലോ. ഞാൻ ഒരു ക്രിട്ടിക്കായിട്ട് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ശരിയാരെന്നുകാർ വർണ്ണൻ കൈയൊഴിച്ചതിൽ അതെല്ലാം വിശ്വസിച്ചുള്ള ഞാനോർക്കൽ മഹാജഡൻ. എനിക്ക് ശരിയാരെന്ന് കാർവർണ്ണൻ കൈയൊഴിച്ചതിൽ അഹങ്കാരത്തോടും ചാടി പുറപ്പെട്ട ജളപ്രഭു. അങ്ങ് ജളപ്രഭു. നിന്റെ ഗാന്ധീവവും നീയും വെറുതെ ചൊൽവതില്ല ഞാൻ. ഗാന്ധീവം നീയും വെറുതെ, ഞാനൊന്നും പറയണില്ല, ഒക്കെ പറഞ്ഞതിൻ്റെ ശേഷം പറയാം ഞാൻ. തീയിൽ ചാടേണ്ട പോയിക്കൊള്ളുക നിനക്കെന്തഭിമാനമാം. തീയിലൊന്നും ചാടേണ്ട, താൻ തൻ്റെ വഴിക്ക് പോടോ. ഇനി ആരോടും ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്ന് അതിനർത്ഥം. എന്തു ചെയ്യും അർജുനൻ്റെ ഒരവസ്ഥ? ഞാൻ വരട്ടെ, തേർതെളിക്കാനെങ്കിലും മറ്റും എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ. വേണ്ട എന്ന് എളും പറഞ്ഞു. ഇതാണ് ഭഗവാൻ. മായാധിപനാണ്. അദ്ദേഹത്തിൻ്റെ ആജ്ഞാവൃത്തിയാണ് മായ.
അവിടെ സന്ധുബന്ധു എന്നൊന്നുമില്ല. മായ നമ്മളെ വട്ടം കറക്കും. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ഭഗവാന്റെ തിരുപാദ പത്മങ്ങളെ അവഹേളിക്കരുത്. ഞാനും നിങ്ങളാരും. തീയിൽ ചാടേണ്ട പൊയ്കൊള്ളുക നിനക്കെന്തഭിമാനം, മാം സർവം കേൾക്കേണ്ടി വന്നുള്ളോരാ മഹാൻ എത്രയും ക്ഷണം ഗാണ്ഡീവചാപവും എടുത്ത് അണഞ്ഞാൻ അന്ധകാലയം. യമൻ്റെ അവിടെ പോയി. ഇല്ലെന്നറിഞ്ഞുടൻ തന്നെ പോകിനാൻ ധൃതശാലയം. അവിടെ ഇല്ല. എന്നിട്ടോ വരളിൻ്റെ അവിടെയും പോയി. കണ്ടില്ല വിപ്രാത്മജനെ വിണ്ണിൽ അല്ല ഏതിടത്തിലും തീയിൽ ചാടിയിടുവാൻ തന്നെ ഉറപ്പിച്ചു മഹാഭുജൻ. കൈ നീളമുള്ളവെന്ന അർത്ഥം. മഹാഭുജൻ. നീ നിർത്തിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ യമൻ്റെ അവിടെ നോക്കിയിട്ട് വരാം. അത് ഞാൻ പോയി നോക്കി, കിട്ടിയില്ല. ഇനി എനിക്ക് എൻ്റെ വാക്കിനെ രക്ഷിക്കാനായിട്ട് എനിക്ക് തീയിൽ ചാടി നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞ് കണ്ടില്ല വിപ്രാത്മജനെ വിണ്ണിൽ വിണ്ണിൽ അല്ല ഏതിടത്തിലും തീയിൽ ചാടിയിടുവാൻ തന്നെ ഉറപ്പിച്ചു മഹാഭുജൻ. കുളിച്ചു ഭസ്മവും പൂശി മിന്നും അച്യുത സേവകൻ. അച്യുതനെ സേവിക്കുന്ന ആളാണ്. മഹേശനെ ഉൾപ്പൂവിൽ ഓർത്ത് കൈക്കുപ്പോയി നിൽക്കവേ വെൺചന്ദ്രക്കലയുള്ളിൽ പൊന്നിൻ പീലിക്കിരീടമാം. വെൺചന്ദ്രക്കലയുള്ളിൽ പൊന്നിൻ പീലിക്കിരീടമാം. പ്രകാശിച്ചത് കസ്തൂരി തിലകാഞ്ചിത ബാലവും ഗോപിക്കുറിയും മാമട്ടിൽ തെളിഞ്ഞ അത്യന്ത സുന്ദരം ശ്രീകൃഷ്ണവദനാംഭോജം മന്ദസ്മിത മനോഹരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ചങ്ങാതിയാം നിനക്കെന്നെ മറക്കാനാവതോ സഖേ. നിനക്ക് ഞാൻ വേണ്ടാന്ന് പറയൽ വേഗം കഴിഞ്ഞു, പക്ഷേ എനിക്ക് നീ വേണം. എന്നെ തീയിൽ ചാടാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് എന്താ വേണ്ടത്? ഏർപ്പാട് ചെയ്യാം, വരൂ, എൻ്റെ ഒപ്പം വരൂ. ഇതാണ് കൃഷ്ണൻ. ഒരിക്കൽ നമ്മൾ ഭഗവാന്റെ ഭക്തനാണ് എന്ന് ഭഗവാൻ നനച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും അല്പത്തരം കാണിച്ചാലും ഭഗവാൻ അത് സഹിക്കില്ല. ഭഗവാൻ നമ്മളെ ക്ഷമിക്കും. പക്ഷെ ഭഗവാന്റെ ഭക്തനാണ് ഞാൻ എന്ന് ഭഗവാനെ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മൾ ആദ്യം പരിശ്രമിക്കണം. അതാണ് ഇവിടുത്തെ സാഹചര്യം. ചങ്ങാതിയാം നിനക്കെന്നെ മറക്കാനാവതോ സഖേ തോന്നിത്തുടങ്ങി തന്നോട് കൃഷ്ണൻ ചോദിച്ചിടും വിധം. പാർത്തൻ കണ്ണീർ കിനിഞ്ഞും കൊണ്ട് ഓർത്താൻ ഉൾപ്പൂവിൽ ഇങ്ങനെ. എന്താണ് ആലോചിച്ചത്? നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമസ്കാരം. നാളെ കാണാം.